ഹലോ ഗൈസ്. അപ്പോൾ ഈ വരുന്ന മെയ് 6-ന് നമ്മുടെ തൃശ്ശൂർ പൂരമാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ പൂരത്തിന് മുന്നോടിയായിട്ട് ഞാൻ തൃശ്ശൂർ റൗണ്ടിലും വടക്കുന്നാഥ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് പോയി. അവിടെ പന്തലിന് കാലുനാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. പന്തലിൻ്റെ പണികളൊക്കെ അത്യാവശ്യം കഴിയാറായിട്ടുണ്ട്. ഇനി 6-ാം തീയതി അല്ലേ തൃശ്ശൂർ പൂരം. അപ്പോൾ അതിന് മുമ്പായിട്ട് അവിടെ എല്ലാ പണികളും ഫിനിഷാവും. ഇതുമായി ബന്ധപ്പെട്ട് പന്തലിടുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ ചെറിയ ബ്ലോക്കുകൾ അവിടെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ജനങ്ങളെല്ലാവരും അമ്പലത്തിലോട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പാർക്കിങ് കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ഇതുണ്ട്. അപ്പോൾ ഈ പന്തലിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ബ്ലോക്കാണ് ഈ കാണുന്നത്. ബ്ലോക്കെല്ലാം അപ്പോൾ ക്ലിയർ ചെയ്ത് വിടുന്നുണ്ട്. ആർക്കൊരു ബുദ്ധിമുട്ടും അതുകൊണ്ട് ഉണ്ടാകുന്നില്ല. പിന്നെ പന്തലിടാനും ഓരോ ഇത് കെട്ടാനും എല്ലാവരുടെ സാധന സാമഗ്രികളൊക്കെ അവിടെ വന്നു. തകർപ്പം പണി തന്നെയാണ് വടക്കുന്നാഥ ക്ഷേത്ര പരിസരത്തും അവിടെ എല്ലാം നടക്കുന്നത്. തൃശ്ശൂർ പൂരം ഗംഭീരമാകുമെന്ന് നല്ല ഉറപ്പുണ്ട്. ഞാൻ ഇതിനു മുമ്പ് തൃശ്ശൂർ പൂരത്തിന് വന്ന് കണ്ടിട്ടില്ല, അതിന് മുമ്പും പോയിട്ടില്ല. അപ്പോൾ ഇന്നാണ് ഞാൻ പോയതും അവിടുത്തെ ഈ കാര്യങ്ങളെല്ലാം കാണുന്നതും. ഞാൻ പോയ ദിവസം തന്നെ നല്ല ബ്ലോക്കാണ് കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒരു ബ്ലോക്കാണോ നിങ്ങൾ ചോദിക്കും. ബ്ലോക്ക് തന്നെയാണ്. കാരണം തൃശ്ശൂർ റൗണ്ട് ബ്ലോക്കായാൽ പിന്നെ വാഹനങ്ങൾ ഏതിലൂടെയും പോകാൻ പറ്റില്ല. പക്ഷെ ബ്ലോക്കെല്ലാം നിമിഷ നേരങ്ങൾ കൊണ്ട് മാറ്റി കൊടുക്കുന്നുണ്ട് പോലീസുകാർ, ഒരു രക്ഷയില്ല. പിന്നെ പന്തൽ കാര്യങ്ങൾ, പിന്നെ സ്റ്റേജുകൾ, അങ്ങനെ എല്ലാ പണിയും തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ്, സെക്യൂരിറ്റി എല്ലാവരും അവിടെ ഉണ്ട്. ഈ കാണുന്നതൊക്കെയാണ് ഇതിൻ്റെ ഓരോ കാഴ്ചകൾ. പിന്നെ ഇവിടെയൊന്നും ആരുമില്ല, അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്കായിരിക്കും. നല്ല വെയിലായതുകൊണ്ടാകാം എന്ന് വിചാരിക്കുന്നു. പിന്നെ എക്സിബിഷൻ അവിടെ നടക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത എക്സിബിഷനാണ് തോന്നുന്നു. ഞാൻ അകത്തൊന്നും പോയില്ല, അകത്ത് പോകാൻ പൈസ കൊടുക്കണമല്ല. നമ്മൾ പുറത്തുനിന്ന് അതിൻ്റെ വീഡിയോ എടുത്തു. എന്തൊക്കെയോ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു, നല്ല മീനുണ്ട്, അങ്ങനെ ഓരോ കാര്യങ്ങൾ. ഒരു ദിവസം എക്സിബിഷൻ കാണാൻ പോകണം. അപ്പോൾ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എക്സിബിഷനാണ്. എല്ലാവരും അതൊന്ന് പോയി കാണുക. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ എക്സിബിഷൻ കാണാനൊക്കെ. ഒരു രക്ഷയില്ലാത്ത ഇതാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുമ്പോൾ തന്നെ ഒരു പ്രത്യേക വൈബാണല്ലോ. തൃശ്ശൂർകാർക്ക് മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു പ്രത്യേക വൈബാണ്. പാർക്കിംഗ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ തിരക്കായി കഴിഞ്ഞു. ആ വടക്കുന്നാഥ ക്ഷേത്ര പരിസരത്തുള്ള റൗണ്ടിൽ അത് കംപ്ലീറ്റ് നിറഞ്ഞു കഴിഞ്ഞു. ഒരു രക്ഷയില്ല. ഇനി പാർക്കിംഗ് ഒന്നുമില്ല. പിന്നെ വെടിക്കെട്ടുകളുടെ കുഴികളൊക്കെ എടുക്കാൻ തുടങ്ങി ഗൈസ്. ഞാൻ അതൊക്കെ ഒന്ന് കണ്ടു. ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ റൗണ്ട് മുഴുവൻ പടക്കം പൊട്ടിക്കലാണ്. കാരണം അത്രയും വെടിക്കെട്ടാണ്. കാരണം ഈ ചുറ്റും ബിൽഡിങ്ങുകളായതുകൊണ്ട് ഇതിനകത്ത് നിന്നുകൊണ്ടാണ് ഇവർ ഇത്രയും പൊട്ടിക്കുന്നത്. സ്പേസ് ഉണ്ടെങ്കിൽ പിന്നെ ഇതിൻ്റെ 10 ഇരട്ടി പൊട്ടിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മാതിരി കുഴികളാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെയുള്ളൊരു ചേട്ടനുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ സ്ഥലമില്ലാത്തതിൻ്റെ പോരായ്മയാണ് നമുക്ക് എന്നൊക്കെയാണ് അവർ പറയുന്നത്. പിന്നെ പൂരവുമായി ബന്ധപ്പെട്ടിട്ട് ഭക്തജനങ്ങൾ നല്ല തിരക്കാണ്. അമ്പലത്തിൽ വരാനും തൊഴാനും ഫാമിലി ആയിട്ടും പിന്നെ ഇതൊക്കെ കാണാനും വീഡിയോസ് എടുക്കാനും. അവിടെ ഞാൻ പോയപ്പോൾ ഒരുപാട് പേര് വീഡിയോ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഓരോ പരസ്യങ്ങളുമായി ബന്ധപ്പെട്ടത്, ഓരോ ഓഫറുകൾ, അങ്ങനെ ഓരോന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു പോസിറ്റീവ് വൈബ് തന്നെ ആണ് പൂരത്തിൽ. അപ്പോൾ 6-ാം തീയതി നിങ്ങളവിടെ ഉണ്ടാവണം, ഞാനും ഉണ്ടാവും. അപ്പോൾ നമുക്കത് പൂരം ഒന്ന് വൈബാക്കി മാറ്റാം അല്ലേ. ഇതാണ് തൃശ്ശൂർ ഈ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അവിടെ തറയിൽ ഇരിക്കരുത് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ബ്രിഡ്ജ് പോലെ ഇങ്ങനെ കെട്ടുന്നുണ്ട്. അപ്പുറത്ത് ആന ഇതിലൂടെ കയറിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആനകളെ നിർത്തിയിരിക്കുന്നതും ആനയ്ക്ക് തീറ്റ കൊടുക്കുന്ന, ആനയെ കുളിപ്പിക്കുന്ന എല്ലാം കാണാനുള്ള സൗകര്യമുണ്ട്. പക്ഷെ ആരെയും കടത്തിവിടില്ല എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞാൽ മറ്റൊരു സ്ഥലത്ത് അവിടെയും വെടിക്കെട്ടിന് കുഴികളെടുക്കുന്നത്. അങ്ങനെയാണ് എനിക്ക് മനസ്സിലായത് തൃശ്ശൂർ റൗണ്ട് മുഴുവൻ പടക്കം പൊട്ടിക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഇത് ആദ്യമായിട്ടല്ല ഇങ്ങോട്ട് വരുന്നത്, അപ്പോൾ നമ്മൾക്ക് അറിയില്ലല്ലോ. പിന്നെ കുറേയെല്ലാം കുഴികളെടുത്തിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതെന്തിനാണെന്ന് മനസ്സിലായോ? ഈ മഴ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് മുന്നേ അതിനുള്ള ഒരുക്കങ്ങളാണ്. കാരണം ആ മഴ വന്ന സമയത്ത് നമ്മൾ ഓടിപ്പടിഞ്ഞ് പോയിട്ട് ഇതൊന്നും ചെയ്തിട്ട് നടക്കില്ലല്ലോ.